പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ഇന്ന് നവംബർ 1 വന്നിട്ടുള്ള ചന്ദ്രികയിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്. പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ പ്രിയപ്പെട്ട നേതാവ്, മുൻ MLA ഒക്കെ ആയിട്ടുള്ള ബഹുമാന്യനായ അഡ്വക്കേറ്റ് KN ഖാദർ സാഹിബ് എഴുതിയ ഒരു ലേഖനം ഇന്ന് ചന്ദ്രികയിൽ വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ മാനത്ത് പറക്കുന്നത് ഏത് കൊടി എന്ന തലക്കെട്ടിലാണ് പ്രിയപ്പെട്ട KN ഖാദർ സാഹിബ് ഇന്നത്തെ ലേഖനം തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഞാൻ ലേഖനത്തിൽ കിടക്കുകയാണ്. ഇന്ന് കേരളപ്പിറവി ദിനം. ഇന്നോളം കേരളം കൈവരിച്ച പുരോഗമന ചിന്തയും ഭരണഘടനാ തത്വങ്ങളും ഉൾപ്പെടെ സകലതും അപകടത്തിലാക്കുന്ന ഒരു കാര്യം ഇടതുമുന്നണി യോഗത്തിലോ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ മന്ത്രിസഭയിലോ പോലും വിവരമറിയിക്കാതെയും ചർച്ച ചെയ്യാതെയും നിയമവകുപ്പിൻ്റെ നിർദ്ദേശം അവഗണിച്ചും കേരളം അംഗീകരിച്ചിരിക്കുകയാണ്. CPI എതിർപ്പ് മറികടന്നാൽ തീരാവുന്ന പ്രശ്നമല്ല ഇത്. ശിവൻകുട്ടിയും ബിനോയിയും കെട്ടിപ്പിടിച്ചാൽ മാത്രം തീരാവുന്ന വിഷയമാണോ ഇത്? ലക്ഷോപലക്ഷം വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും പൊതുസമൂഹത്തെയും ഇത് ബാധിക്കുമല്ലോ. തലമുറകളുടെ മനസ്സിലും മസ്തിഷ്കത്തിലും സമൂഹത്തിനാകെയും വർഗീയ വംശീയ ചിന്തകൾ പടർന്നു കയറുവാൻ ഇടയാക്കുന്ന തീരുമാനമാണ് ഈ സർക്കാർ കേരളത്തിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. പുതിയ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി 2020 മുതൽ ഇന്ത്യയിൽ നടപ്പാക്കി വരികയാണ്. ഈ പദ്ധതിയുടെ ഘടനാപരമായ പ്രത്യേകതകളും ഉള്ളടക്കവും വീക്ഷണവും ഒന്നു വേറെയാണ്. 1968 കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദേശീയ പദ്ധതിയിൽ നിന്നും 1986 രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ഇപ്പോൾ നടപ്പിലാക്കി വരുന്ന പദ്ധതി. കേന്ദ്രം ഭരിക്കുന്നത് കടുത്ത വലതുപക്ഷ വർഗീയ പാർട്ടിയാണ്. അവർക്ക് എല്ലാ രംഗത്തും സ്വന്തമായ നയങ്ങളും പരിപാടികളുമുണ്ട്. അത് ഇതുവരെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ സങ്കല്പങ്ങളുടെയും പൊതുവെ കേരള ജനതയുടെ വിദ്യാഭ്യാസ നിലപാടുകളുടെയും നേർവിപരീതമാണ്. വലതുപക്ഷ നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചു കഴിഞ്ഞതാണ് ആശയക്കുഴപ്പത്തിനു കാരണമായത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടതുമുന്നണിയിലെ കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ തമ്മിൽ ഉടലെടുത്ത തർക്കങ്ങൾ ഒത്തുതീർപ്പായിരിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ 2020 വരെ നടപ്പാക്കിയിരുന്ന വിദ്യാഭ്യാസ പദ്ധതികൾ സംസ്ഥാനങ്ങളുടെ പ്രത്യേക താൽപ്പര്യങ്ങളും ഉൾക്കൊണ്ടിരുന്നു. ദേശീയ പദ്ധതികൾ പണ്ടും ഉണ്ടായിരുന്നെങ്കിലും സംസ്ഥാനങ്ങളുടെ പ്രത്യേകതകൾ അവ ഉൾക്കൊണ്ടിരുന്നു. പദ്ധതി ജനാധിപത്യപരവും ബഹുസ്വരതയുടെയും അടിത്തറയിൽ മെനഞ്ഞെടുത്തതുമായിരുന്നു. സംസ്ഥാന താൽപ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിരുന്നു. പ്രാദേശിക ഭാഷകളും കലയും സംസ്കാരങ്ങളും തൊഴിലും ചരിത്രവും ജനവിഭാഗങ്ങളും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഫെഡറൽ തത്വങ്ങളനുസരിച്ച് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യ. ഇന്ത്യൻ യൂണിയൻ്റെ വേറിട്ട കഷ്ണങ്ങളല്ല സംസ്ഥാനങ്ങൾ. ബഹുസ്വര ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ വിദ്യാഭ്യാസ മേഖലകളിലും അനുവദിക്കപ്പെട്ടിരുന്നു. കേരളത്തിനു അതിൻ്റെ തനതായ പുരോഗമന ചിന്തയും മതേതര മൂല്യങ്ങളും ചരിത്രപരമായ മൂല്യങ്ങളും വിദ്യാഭ്യാസ നയത്തിലും ഉണ്ടായിരുന്നു. ഇനി അതില്ല. സംസ്ഥാനങ്ങളുടെ പ്രത്യേകതകളില്ല. ബഹുസ്വരത പോയി, ഏക സ്വരത വന്നു. ചരിത്രം തിരുത്തി എഴുതി. ആധുനിക ശാസ്ത്ര നിഗമനങ്ങൾ 2ാം സ്ഥാനത്തായി. പുരാണ കഥകളും കാഴ്ചപ്പാടുകളും സുപ്രധാനമായി ചരിത്ര സത്യങ്ങളും കാലഘട്ടങ്ങളും മുറിച്ചു പാകപ്പെടുത്തി. ശാസ്ത്ര സത്യങ്ങൾ പിന്തള്ളപ്പെട്ടു. മിത്തുകളും കഥകളും സത്യത്തെ മറികടന്നു. ഈ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളിലും അനായാസം നടപ്പിലാക്കുന്നതിനു കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പൈലറ്റ് പ്രൊജക്റ്റാണ് PM ശ്രീ. അതിൽ ഒരു സംസ്ഥാനം ഒപ്പുവെക്കുന്നതോടെ ആ സംസ്ഥാനത്തും NEP നിലവിൽ വരുന്നു. അതോടെ ആ പദ്ധതിയുടെ ഉള്ളടക്കവും വീക്ഷണവും ഘടനയും കരിക്കുലവും ഒന്നൊഴിയാതെ സംസ്ഥാനവും സ്വീകരിക്കുന്നു. സംസ്ഥാനങ്ങളെ
NEP നടപ്പിലാക്കുന്നതിലുള്ള നോഡൽ ഏജൻസികളായാണ് കേന്ദ്രം നിയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ കരാറിൽ ഒപ്പുവെക്കുന്ന തുല്യ അവകാശങ്ങളുള്ള രണ്ടാം കക്ഷി എന്ന പദവിയിലല്ല. കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് കൂടിയാലോചിച്ച് സൃഷ്ടിച്ച ഒരു പദ്ധതിയുമല്ല NEP. ആകയാൽ PMCയിൽ ഒപ്പുവെച്ച നോഡൽ ഏജൻസിയായ സംസ്ഥാന സർക്കാരിന് പദ്ധതിയിൽ നിന്നു പിന്മാറുക എളുപ്പമല്ല. ഓരോ സംസ്ഥാനത്തിനും ഇഷ്ടമുള്ള വിദ്യാഭ്യാസ പദ്ധതി എന്ന സങ്കല്പം സത്യമാണോ എന്ന് ആലോചിക്കണം. കേരള സർക്കാർ PMC കാര്യങ്ങൾ സംബന്ധിച്ച് ആലോചനയ്ക്ക് വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷനായി ഒരു സമിതിയെ വെച്ചിരുന്നുവെന്നും അതിൻ്റെ ശുപാർശ പ്രകാരം PMC ഒപ്പിടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഈ സർക്കാർ 30/3/2024 ഒരു DO ലെറ്റർ മുഖേന കേന്ദ്രത്തെ അറിയിച്ചതാണ്. വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജാണ് ആ കത്തിൽ ഒപ്പിട്ടിട്ടുള്ളത്. 2024-2025 അക്കാദമിക വർഷത്തിനു മുമ്പ് PMC ഒപ്പിട്ടു കൊള്ളാമെന്നും കത്തിലുണ്ട്. അതിനാൽ 2023-24 ഫണ്ട് വിഹിതം 37.5% ഉടൻ സംസ്ഥാനത്തിനു നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിവരം മന്ത്രിയോ മന്ത്രിസഭയോ CPIയോ അറിഞ്ഞിട്ടില്ലായിരുന്നോ? CPM ഒത്തുതീർപ്പിലും ചില കാണാപ്പുറങ്ങളുണ്ട്. പദ്ധതിയിൽ നിന്ന് പിന്മാറി എന്ന കത്തു തയ്യാറാക്കിയിട്ടില്ല, അയച്ചില്ല. അങ്ങനെ ഒരു കത്ത് പരസ്യപ്പെടുത്തിയതുമില്ല. പകരം മുഖ്യമന്ത്രിയും CPMഉം ഉണ്ടായിരുന്നു ഉപസമിതി വെച്ചത്. ആ സമിതിക്കു കാലാവധിയില്ല. അതിൻ്റെ റിപ്പോർട്ട് വരുന്നത് വരെ PMC തുടർ നടപടിയില്ല എന്ന് CPM പറയുന്നു. തുടർ നടപടി വേണ്ടല്ലോ. ഒപ്പിട്ടതോടെ PMC NEP പ്രാബല്യത്തിൽ വന്നല്ലോ. ഈ ഉപസമിതി ഇന്ത്യ ഗവൺമെൻറ്റിന് ബാധകമല്ല. CPI പറഞ്ഞ പിന്മാറൽ കത്ത് കയ്യിൽ വാങ്ങി ബിനോയ് വിശ്വം നേരിൽ കൊണ്ടുപോയി കൊടുത്താൽ കേന്ദ്രം അത് അവഗണിക്കുകയുള്ളൂ. അത് കേന്ദ്രം അവഗണിക്കുകയോ നിരാകരിക്കുകയോ ചെയ്താൽ CPIക്ക് പിന്നെ ഒരു വഴിയും വേറെ കാണുന്നില്ല. CPI ഒത്തുതീർപ്പുകളിലും ഒരു പുതിയ ചതിവ് അന്തർലീനമാണ്. അതിലാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. CPM ഏതു വിധത്തിലും BJPയോടോ കേന്ദ്ര സർക്കാരിനോടോ ഏറ്റുമുട്ടാൻ തയ്യാറല്ല. ആ നയം പണ്ടേ അവർ ഉപേക്ഷിച്ചു. വിദ്യാഭ്യാസ വകുപ്പിൽ മാത്രമല്ല, ഈ സർക്കാരിൻ്റെ നയവും നിലപാടും BJP സർക്കാരിനോട് സഹകരിച്ചുകൊണ്ടു സാധ്യമാകുന്നത്ര കാലം കേരള ഭരണം നിലനിർത്തുക എന്നതാണ്. തമിഴ്നാടും ബംഗാളും കേരളവും മാത്രമാണ് ഇതുവരെ ഈ പദ്ധതികളിൽ നിന്ന് മാറി നിന്നത്. കേരളം PMCയിൽ ഒപ്പിട്ടു കഴിഞ്ഞു. ഇനി 2 സംസ്ഥാനങ്ങൾ മാത്രമാണ് ബാക്കി. ഇവിടെ CPM പാർട്ടിക്കോ സർക്കാരിന് ഒരബദ്ധം പറ്റിയതല്ല. അവർ ബോധപൂർവം തീരുമാനിച്ചു ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ പദ്ധതിയെ എതിർത്ത എല്ലാവരെയും BJPയോടൊപ്പം അവർ ചേർത്തു നിന്നു. വിദ്യാർത്ഥി സംഘടനകളിൽ ABVP മാത്രം കേരള സർക്കാരിനെ പിന്തുണച്ചു. പാർട്ടികളിൽ BJPയും AK ശശീന്ദ്രനും കൃഷ്ണൻകുട്ടിയും കടന്നപ്പള്ളിയും അവരുടെ പാർട്ടികളും എന്ത് നിലപാടെടുത്തതും ഒരു ഇല പോലും കേരളത്തിൽ അനങ്ങിയില്ല. മന്ത്രിസഭാ ഉപസമിതിയിൽ ഈ 3 പേരുമുണ്ട്. അവിടെ CPMനെ അവർ സഹായിക്കുമായിരിക്കും. CPI വാശി പിടിച്ച് PMCയെ എതിർത്തെങ്കിലും മൃഗ സംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി അവരുടെ വകുപ്പിൽ 29 വെറ്റിനറി മൊബൈൽ ലാബുകൾ കേന്ദ്ര പദ്ധതിയിൽ 2 വർഷം മുമ്പേ സ്ഥാപിച്ചു. കേരളീയ ഗ്രാമങ്ങളിൽ ഓടുന്ന ആ അലങ്കൃത വാഹനങ്ങളിലെ പ്രധാന ആകർഷണം പശുവിനെ തലോടുന്ന മോദിയുടെ വലിയ ചിത്രമാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിന് ബിനോയ് നേരിൽ സാക്ഷ്യം വഹിച്ചതാണ്. കൃഷിവകുപ്പിൽ കേന്ദ്ര പദ്ധതിയിൽ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് തസ്തിക തുടങ്ങി ആളെ വെച്ചു. 27 ലക്ഷം കൃഷിക്കാരെ ഉൾപ്പെടുത്തി അഗ്രി സ്റ്റോക്ക് പദ്ധതി കേന്ദ്ര നിർദ്ദേശപ്രകാരം തുടങ്ങി. ഈ കൃഷിക്കാരുടെ മുഴുവൻ വിവരങ്ങളും കേന്ദ്രത്തിനും മൈക്രോ
സോഫ്റ്റിനും നൽകി ഡാറ്റ വിൽപ്പനയിൽ പങ്കുചേർന്നു. ആരോഗ്യവകുപ്പിൽ NRHM പരിഷ്കൃത പദ്ധതിയിൽ മോദി പറഞ്ഞതെല്ലാം ചെയ്തു, പണം വെച്ചു, പണം വാങ്ങി. മിക്ക വകുപ്പുകളിലും കേന്ദ്രഭരണം നേരത്തെ തുടങ്ങി. പോലീസിലും ആഭ്യന്തര വകുപ്പിലും പൊതുഭരണ വകുപ്പിലും സംഘപരിവാർ മേയുകയാണ്. CPIM മാത്രം എന്തു പറയാനാണ്? അവരുടെ ആരോഗ്യവും ശേഷിയും നോക്കണമല്ലോ. ചിലതൊക്കെ ചെയ്തു, അത് വലിയ കാര്യം തന്നെ. സലീം കുമാർ വക്കീലായി വന്ന സിനിമയിലെ പോലെ കരഞ്ഞുകൊണ്ട് CPIക്ക് പറയാം ആദ്യമായിട്ടാണ് ഒരു കേസ് ജയിക്കുന്നതെന്ന്. എന്നാൽ CPIയെ മെരുക്കി ഒരു ഉപസമിതി ഉണ്ടാക്കിയാൽ കഴുകിക്കളയാനാവുമോ ഈ കൊലച്ചതിയുടെ പാപക്കറ എന്നാണ് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് KN ഖാദർ സാഹിബിൻ്റെ ലേഖനം. അദ്ദേഹത്തിൻ്റെ ലേഖനം നമുക്കറിയാം, കുറച്ച് കട്ടിയുള്ള വാക്കുകളായിരിക്കും. എന്നാലും കൃത്യമായി തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ ഇത് വളരെ വീക്ഷണം നടത്തിയിട്ടുള്ള ഒരു ലേഖനമാണ് നമുക്ക് മുമ്പിൽ എത്തിച്ചിട്ടുള്ളത്. സാധാരണക്കാർക്ക് മനസ്സിലാകാവുന്ന രൂപത്തിൽ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് KN ഖാദർ സാഹിബ് കൃത്യമായി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ മാനത്ത് പറക്കുന്നത് ഏതുകൊടി എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട KN ഖാദർ സാഹിബ് എഴുതിയ ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുകയാണ്. ഇതുപോലുള്ള സുപ്രധാന വിഷയങ്ങളുമായും ഒക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ ശ്രമിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, അസ്സലാമു.